2026 വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് അതിനിർണായക വർഷം എന്ന് തന്നെ പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയത്തിന്റെ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ് UDF ഉള്ളത്. തോൽവി എന്നും വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന കണക്കൂട്ടലിലാണ് ഇടതുപക്ഷം. ഇനി വരുന്ന 5 വർഷം കേരളം ആര് ഭരിക്കുമെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ മലയാളി മനസ്സിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് ന്യൂസ് മലയാളം പരിശോധിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം, അതോടൊപ്പം നേതാക്കളുടെ ജാതകം. നമ്മൾ 3 മുന്നണികളുടെയും പ്രധാനമായും അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒക്കെ ഉയർത്തി കാണിക്കാൻ സാധ്യതയുള്ള നേതാക്കളുടെ ജാതകം, അതോടൊപ്പം മുന്നണികളുടെ നിലവിലെ രാഷ്ട്രീയം ഏത് രീതിയിലാണെന്നൊക്കെ പരിശോധിക്കുകയാണ്. മഹേഷ് ചന്ദ്രൻ ചേരും ഒരു ഇടതുമുന്നണിയുടെ വിശകലനങ്ങളുമായി. അതോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി UDFന്റെ വിശകലനങ്ങളുമായി ചേരും. VS അനു BJPയുടെ വിശകലനങ്ങളുമായി ചേരും. നമ്മൾ 3 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം മഹേഷ് ചന്ദ്രനിലേക്ക് പോകാം. മഹേഷ്, എന്തായാലും ഭരിക്കുന്ന ഒരു മുന്നണി വീണ്ടും ഒരിക്കൽ കൂടി, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ച ഒരു ഭരണ തുടർച്ചയ്ക്ക് ശേഷം 3ാം വട്ടവും ഇതേ സർക്കാർ വരും എന്ന പ്രതീക്ഷയാണ് LDFനുള്ളത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും എന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. എങ്ങനെ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും 3ാം അവസരം നൽകണമോ എന്ന കാര്യമൊക്കെ ചർച്ചയിൽ നിൽക്കുകയാണ്. ഏത് രീതിയിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ, പിണറായിയുടെ പ്രതീക്ഷ? രുചീഷ്, ഹാട്രിക് ഭരണം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഇപ്പോഴും ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയുടെ ആഘാതം അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവർ കണക്കുകൾ വിശദമായി വിലയിരുത്തുന്ന അടിസ്ഥാനത്തിൽ പൂർണ്ണമായും പിന്തള്ളപ്പെട്ടു പോയിട്ടില്ല എന്ന വിലയിരുത്തലാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഭരണത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി പണിയെടുത്താൽ, ജനങ്ങളിലേക്ക് കുറച്ചുകൂടി താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങളുമായി സംസാരിക്കാൻ, സംവദിക്കാനുള്ള പരിപാടികളൊക്കെ തന്നെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. രുചീഷ് പറഞ്ഞ പോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഈ 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും LDFനെ നയിക്കുക പിണറായി വിജയൻ തന്നെ ആയിരിക്കും. പിണറായി വിജയൻ ധർമ്മടത്തിന് മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരും ഉയർത്തിക്കാട്ടുന്ന പതിവ് CPMന് സാധാരണഗതി ഇല്ലാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും അത് തീരുമാനം ഉണ്ടാവുക ഔദ്യോഗികമായി. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് LDFന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ വരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. കൃത്യമായിട്ടും അത്തരത്തിലേക്കൊരു 3ാം ഭരണത്തിലേക്ക് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നാൽ അത് മുന്നണിക്കും, അത് ഭരണമുന്നണിക്ക് മാത്രമല്ല പിണറായി വിജയൻ അത് റെക്കോർഡാവും. കാരണം അത്തരത്തിലേക്ക് ഒരു ഹാർട്ടിക് ഭരണം കിട്ടുകയാണ് എങ്കിൽ, അതല്ല സ്ഥിതിയെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെടുകയും UDF അധികാരത്തിലെത്തുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഉണ്ടാകില്ല എന്ന കാര്യത്തിലും സംശയമില്ല. പ്രതിപക്ഷ നേതാവായിട്ട് മറ്റൊരു നേതാവ് ഉയർന്നു വരുന്നതായിരിക്കും നമുക്ക് 2026 തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയുക. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ഭരണം കിട്ടുന്ന പ്രതീക്ഷ തന്നെയാണ് LDF മുന്നോട്ട് നീങ്ങുന്നത്. മറ്റാരെ നേതാവായി അവർ ഉയർത്തിക്കാട്ടാൻ ഇപ്പോൾ ആലോചിക്കുന്ന പോലുമില്ല. എന്തായാലും പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. മഹേഷിന്റെ തന്നെ അഭിമുഖത്തിൽ MV ഗോവിന്ദന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഇതേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സൂചന അപ്പോഴും നൽകുന്നുണ്ടായിരുന്നു, പിണറായി തന്നെ മുന്നണിയെ നയിക്കും എന്ന കാര്യത്തിൽ. തീർച്ചയായിട്ടും രുചീഷ് പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ഇൻ്റർവ്യൂവിൽ MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞിരുന്നു 3ാം പിണറായി സർക്കാർ എന്ന് ഉറപ്പിച്ച് പറയാമെന്ന ചോദ്യത്തിന് അങ്ങനെ തന്നെ പറയാമെന്ന മറുപടിയാണ് നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രിയെ നേരത്തെ ഉയർത്തിക്കാട്ടി തീരുമാനിക്കില്ല എങ്കിൽ പോലും, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ആണെന്ന ആ സന്ദേശം തന്നെ നൽകിയായിരിക്കും ഇത്തരം പ്രചാരണം മുന്നോട്ട് നയിക്കുക. ഈ പ്രചരണത്തിൻ്റെ നെടുനായകത്വം വഹിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും. മറ്റൊരു നേതാവിനെ എന്തായാലും ഉയർത്തിക്കാട്ടാൻ CPM ഇപ്പോൾ ആഗ്രഹിക്കുന്നുമില്ല. ഭരണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിലേക്ക് പിണറായി വിജയൻ എത്തില്ല. അദ്ദേഹത്തിന് പകരം മറ്റൊരു നേതാവ്. പക്ഷേ നമ്മൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് തരത്തിലൊക്കെയുള്ള പ്രചാരണം, പിണറായി വിജയന്റെ ഒരു ഇമേജിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ പ്രതിപക്ഷത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ, ആ ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ ഇടതുമുന്നണി ഏതെങ്കിലും തരത്തിൽ ഭയക്കുന്നുണ്ടോ? കാരണം നേതാവിൻ്റെ ഒരു പ്രതിച്ഛായ ഇല്ലാതാക്കിയാൽ അത് മുന്നണിക്കാകെ കോട്ടം തട്ടും എന്നൊരു ഭയം ഇടതുമുന്നണിക്കുണ്ടാവും. അതിനൊരു സാധ്യത ഇപ്പോഴില്ല. കാരണം ഇതിലും വലിയ ആരോപണങ്ങൾ, അതായത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വലിയ രീതിയിൽ സജീവമാക്കി നിർത്തിയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് എല്ലാം ഓർമ്മയുള്ളതാണ്. ആ
വിവാദങ്ങളെയെല്ലാം തന്നെ അതിജീവിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു, ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്ന വിഷയങ്ങൾ, അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് CPIM-ന് ഉള്ളത്. പക്ഷേ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനകത്ത് ചില താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്നതിൽ പാർട്ടി പുറത്തേക്കടക്കം പോരായ്മയുണ്ടെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങൾ നിർണായകമാണ്. ഈ മാസങ്ങളിലൊക്കെ തന്നെയും തന്നെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പരിപാടികളിലേക്ക് മുഖ്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമത് വരുന്നു എന്ന തരത്തിലേക്ക് പ്രതി തന്നെയായിരിക്കും LDF സൃഷ്ടിക്കുക. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും ആ തിരിച്ചടി, ആ വോട്ടിംഗ് പാറ്റേൺ നിയമസഭയിൽ ഉണ്ടാകില്ല. 72 സീറ്റെങ്കിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് CPM കണക്ക് കൂട്ടുന്നുമുണ്ട്. ആ നിലയിലാണെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ അവരോധിക്കുക തന്നെയായിരിക്കും ചെയ്യുക. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ചടി നേരിട്ട് ഭരണം നഷ്ടപ്പെട്ടാൽ പക്ഷേ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് LDF CPM പുതിയൊരു നേതാവിനെ കൊണ്ടുവരുന്നതും കേരളം കാണുന്ന സാഹചര്യം. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ്. പ്രസാദ്, നമ്മൾ ഇപ്പോൾ നേരത്തെ വിശകലനം ചെയ്തതെല്ലാം ഇടതുമുന്നണിയുടെയും പിണറായി വിജയന്റെയും ജാതകമാണെങ്കിൽ നമുക്ക് UDF-ലേക്ക് വരേണ്ടതുണ്ട്. UDF-ന് ഒരുപക്ഷെ VD സതീശനാണ് നമ്മൾ മുന്നിൽ വയ്ക്കുന്നത് നിലവിലുള്ള ഒരു നേതാവ് എന്ന് പറയുമ്പോഴും ഒരുപാട് നേതാക്കൾ അതിന് ശ്രമം നടത്തുന്നുണ്ട്, ആ സ്ഥാനത്തേക്ക് ശ്രമം നടത്തുന്നുണ്ട്. VD സതീശൻ ഏത് രീതിയിലാണ് സമീപകാലത്തെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ തരത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്ചർ ഉയർത്തിയത്? വിജേഷ്, 2026 കടക്കുമ്പോൾ ഒരുപക്ഷെ UDF-നകത്ത് കോൺഗ്രസിൻ്റെ അകത്ത് ഏറ്റവും തെളിച്ചവും വ്യക്തതയുമുള്ള ഒരു നേതാവ് VD സതീശനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കഴിഞ്ഞ 2-3 സംഭവങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ കൃത്യത വരും. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് PV അൻവർ UDF-ലേക്ക് വരും എന്ന് പറഞ്ഞ സമയത്ത് അന്ന് VD സതീശൻ്റെ ഒറ്റ നിലപാടായിരുന്നു. അങ്ങനെ VD സതീശ് അന്ന് PV അൻവറാണ് നിലമ്പൂരിൽ VS ജോയി മത്സരിക്കുമെന്നെല്ലാം പ്രഖ്യാപനം നടത്തി കോൺഗ്രസിനകത്തും UDF-നകത്തും വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിനെ കൃത്യമായി തടയാൻ ശ്രമിച്ചൊരു നേതാവ്. രണ്ടാമത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മുൻകൈയിൽ നിന്നൊരാളാണ്. പക്ഷേ അതേ VD സതീശൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെതിരെ ആരോപണം വന്നപ്പോൾ വളരെ കർശന നിലപാടെടുത്തു. കോൺഗ്രസിനകത്തെ പല നേതാക്കന്മാരും UDF-നകത്തെ പല നേതാക്കന്മാരും അതിനകത്തൊരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ശങ്കിച്ചോ നിൽക്കുന്ന സമയത്ത് ഒരു ശങ്കയുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തുന്നതിൽ കൃത്യമായ നിലപാടെടുത്ത ഒരാൾ VD സതീശനാണ്. ഒടുവിൽ മുന്നണി വിപുലീകരണം വന്ന ഘട്ടത്തിൽ പോലും, അതായത് മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞാൽ PV അൻവറിനെ പിന്നീട് തിരിച്ച് അസോസിയേറ്റഡ് അംഗമാക്കി മാറ്റുന്നു, CK ജാനുവിനെ കൊണ്ടുവരുന്നു. പക്ഷേ ഒരു പിഴവ് മാത്രമാണ് VD സതീശൻ സംഭവിച്ചത്. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം പിന്നീട് അത് തള്ളിപ്പറയുകയൊക്കെ ചെയ്തത് മാത്രമാണ് എടുത്തു പറയാവുന്നത്. പക്ഷേ മറ്റെല്ലാ സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും VD സതീശൻ എടുത്ത നേതൃസ്ഥാനത്ത് നിന്ന് മികച്ച ഒരു നേതൃത്വം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കുന്ന വർഷത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിൽ ഒന്നാമത്തെ പേരുകാരൻ സ്വാഭാവികമായും അത് VD സതീശനാണ്. പക്ഷേ 2011 കഥ നമുക്കറിയാം. കാരണം അന്ന് മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച ഒരാളായിരുന്നു. വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വരും എന്ന് കരുതിയിരുന്ന ഒരാളാണ് VD സതീശൻ. രജേഷ്, കാരണം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനകത്ത് വളരെ കൃത്യതയുള്ള ഒരു നിലപാട് സ്വീകരിച്ച ആൾ VD സതീശനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അവിടെ നിന്നാണ് നമ്മൾ 2026 വരുന്നത്. 2026 പ്രധാനപ്പെട്ട UDF നേരിടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ കഴിഞ്ഞ 2 ടേമായി UDF അധികാരത്തിന് പുറത്താണ്. അപ്പോൾ UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൂടി VD സതീശന്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതിനി കാത്തിരിക്കുന്നത് മുന്നണി വിപുലീകരണം, പ്രധാനപ്പെട്ട ഏതെങ്കിലും പാർട്ടികൾ LDF-ൽ നിന്നും UDF-ലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പൊതുവെ എല്ലാവരും സംശയിക്കുന്നതോ അല്ലെങ്കിൽ ചർച്ചയിലേക്ക് വരുന്നതോ ഒന്ന് കേരള കോൺഗ്രസ് മാണിയും മറ്റൊന്ന് RJD-യുമാണ്. ഈ 2 പാർട്ടികളെയും UDF-ലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട നേട്ടമായി മാറും. UDF-ലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പം കേരള കോൺഗ്രസ് മാണിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ UDF-ലേക്ക് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് രാഷ്ട്രീയമാണ്. പലതരത്തിലുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. RJD സംബന്ധിച്ചിടത്തോളാണെങ്കിലും അവർ LDF-നകത്ത് വലിയ അതൃപ്തിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ സാധ്യത കൂടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൂടി VD സതീശനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് വന്നാൽ ഒരു അധികാരത്തിലേക്ക് വരാൻ കഴിയുകയാണെങ്കിൽ, കൂടുതൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ഉയരുന്ന പേര് VD സതീശന്റെ തന്നെയാണ്. രമേശ് ചെന്നിത്തലയും VD സതീശനും മുസ്ലിം ലീഗിന്റെ പിന്തുണയും അദ്ദേഹത്തിന് വലിയ തരത്തിൽ ഗുണം ചെയ്യുന്നു എന്ന് തോന്നാം. കാരണം മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയ വനവാസത്തിന് വിടാൻ മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നില്ല എന്ന് ആത്മവിശ്വാസത്തോടെ ലീഗ് പറയുന്നത് VD സതീശന് തന്നെ ഒരു പിന്തുണ എന്ന അർത്ഥത്തിൽ തന്നെയാണ്.
തീർച്ചയായും. കാരണം വി ഡി സതീശന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ അളവുകോൽ അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് എന്തായാലും UDF അധികാരത്തിൽ വരും, അതല്ല വന്നില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ അതിനു മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന, ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തുകൾ കിട്ടും, മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് അത് UDF പോലും അത്രയ്ക്ക് മുഖവിലേക്ക് എടുത്തിരുന്നോ എന്ന് സംശയമാണ്. കാരണം പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ LDF-നാണ് മുൻതൂക്കം ഉണ്ടാകാറുള്ളത്. അത് പഞ്ചായത്തുകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളിലാണ്. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത്. വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, വി ഡി സതീശൻ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള അത്തരം വിഷയങ്ങളിൽ UDF കൺവീനറും KPCC പ്രസിഡന്റും എല്ലാം ഒരു കൃത്യമായ ഒരു നിലപാട് ആളുകൾക്ക് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു നിന്നപ്പോൾ അതിനകത്ത് വളരെ കൃത്യത വരുത്തിയ ഒരു നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. ഒരു തരത്തിലും ഉള്ള ഇപ്പോൾ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ആ പരാതിക്കകത്ത് അത് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, അതിനകത്തൊരു വക്കീൽ ബുദ്ധി ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. ഇത് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. കാരണം വി ഡി സതീശന്റെ സ്ഥാനം ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ നിലവിലെ KPCC പ്രസിഡന്റ് മാത്രമല്ല, മുൻ KPCC പ്രസിഡന്റുമാരായിട്ടുള്ള ഒരു 4ഓളം പേര് തന്നെ ഈ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നൊരു ചർച്ചയൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം AICC ജനറൽ സെക്രട്ടറിയെയും നമ്മൾ പ്രതീക്ഷിക്കാം. ഉറപ്പായും ഈ പേരുകൾ വരുമ്പോൾ, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേരുകൾ വരുമ്പോൾ കോൺഗ്രസിനാണ് ഭരണം കിട്ടാൻ പോകുന്നത്, UDF-നാണ് ഭരണം കിട്ടാൻ പോകുന്നത്. ഉറപ്പായും രണ്ട് പേരുകൾ എന്തായാലും സജീവ ചർച്ചയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊന്ന് വി ഡി സതീശന്റെ പേരും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടെ പേരുമായിരിക്കും. അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു തർക്കം വന്നു കഴിഞ്ഞാലാണ് മൂന്നാമത് പേരിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നത്. അവിടെയാണ് KC വേണുഗോപാലിൻ്റെ എൻട്രി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് KC വേണുഗോപാൽ വലിയ തോതിൽ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ കേരളത്തെ കേന്ദ്രീകരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അന്ന് ഈ സംശയം ഉയർന്നു വന്നതാണ്, KC വേണുഗോപാലിന്റെ താല്പര്യം മുഖ്യമന്ത്രി സ്ഥാനമാണോ എന്ന തരത്തിൽ ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ ഈ ഒരു തർക്കത്തിൽ, അതായത് രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ എന്ന പേരിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ മറ്റ് സാധ്യതകൾ തേടേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം ഗുണമായി മാറും. പക്ഷേ ചെന്നിത്തലയും അതോടൊപ്പം തന്നെ നിലവിലെ KPCC പ്രസിഡന്റ് KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കന്മാരൊക്കെയുണ്ട്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന തരത്തിൽ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ അവർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. ആ നേട്ടം ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് 2026 നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ശരി പ്രസാദ്, അത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് വി ഡി സതീശനുമുള്ളത്. 100 സീറ്റുമായി അധികാരത്തിലെത്തും എന്ന് വി ഡി സതീശൻ പറയുന്നതും ആ ആത്മവിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ്. വി ഡി സതീശൻ തന്നെ ആ കസേരയിലേക്ക് വരുമോ, UDF വി ഡി സതീശനെ തന്നെ ഉയർത്തിക്കാട്ടുമോ എന്നൊക്കെ നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണേണ്ടതാണ്. നമ്മൾ BJP-യുടെ NDA-യുടെ കാര്യത്തിലേക്ക് കൂടി പോയാൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. NDA-യുടെ ഒരു തിളക്കമാർന്ന അവരുടെ ഒരു പ്രകടനത്തിന് ശേഷം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ പിടിക്കാൻ NDA-ക്ക് സാധിച്ചതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖറും ഉള്ളത്. നമ്മോടൊപ്പം VS അനു ചേരുകയാണ്. VS അനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് എന്തായാലും ഒരു കോർപ്പറേഷൻ പിടിക്കാൻ BJP-ക്ക് സാധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ പറയും ഗ്രൂപ്പ് കളിച്ചാണ് BJP-യുടെ ഒരു തോൽവി ഉണ്ടാകുന്നതെന്ന്. പലപ്പോഴും ഈ സമീപകാലത്തൊക്കെ നോക്കുമ്പോൾ ആ തരത്തിലേക്ക് വലിയ ഗ്രൂപ്പ് പോരിലേക്ക് പോകാൻ എന്തായാലും BJP-ക്ക് പറ്റാത്ത തരത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ അതിനെ കടിഞ്ഞാണോടെ മുന്നോട്ട് പോവുകയാണ്. ഏത് രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ ജാതകം ഉണ്ടാവുക? 2025 നിന്ന് 2026 എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉള്ളത്. നമുക്കറിയാം 2025 രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ്, അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് വളരെ അപ്രതീക്ഷിതമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായി ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയായി എത്തുകയും അതിനുശേഷം വളരെ മികച്ച പ്രവർത്തനം അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം മടങ്ങിപ്പോയില്ല. പകരം സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് 2025 മാർച്ചിൽ അദ്ദേഹം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി ഇവിടെ എത്തി. ഇതിനുശേഷം ഈ 2026 നമ്മൾ എത്തുമ്പോൾ ആദ്യമായി സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നു. തൃപ്പൂണിത്തുറയും പാലക്കാട് ഉൾപ്പെടെയുള്ള നഗരസഭകൾ, ഏകദേശം 330ഓളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അങ്ങനെ വലിയ തരത്തിലൊരു ആ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കൂടി വോട്ട് ഷെയർ കുറയുന്നുണ്ട്. അതായത് 2019 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള വോട്ട് പാറ്റേൺ ആണെങ്കിൽ 2024 വോട്ട് പാറ്റേൺ ആണെങ്കിലും 2020 തദ്ദേശ
വോട്ട് പാറ്റേൺ ആണെങ്കിലും വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും BJP സംബന്ധിച്ച് ചില ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ പറയുന്ന കോർപ്പറേഷൻ പിടിക്കാൻ കഴിയും. അതായത് ഒരു വശത്ത് നല്ലൊരു മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാനും മറ്റൊരു വശത്ത് ഈ അടിസ്ഥാന വോട്ട് പോകുകയാണോ എന്നിട്ട് അത് കോൺഗ്രസ് കുറച്ചുകൂടി ശക്തിപ്പെടുന്നു എന്ന് തോന്നൽ വരുമ്പോൾ നേരത്തെ BJP-യിലേക്ക് പോയ വോട്ട് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നതാണ് എന്നുള്ളതാണ് രാഷ്ട്രീയമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP-ക്കുള്ളിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നോക്കും, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വലിയ വിജയം നേടി 50 സീറ്റ് നേടി വിജയിച്ചിട്ടും അവിടെ BV രാജേഷാണോ RC-യിലേക്കാണോ എന്ന് കൃത്യമായി പറയാനോ ഉറപ്പിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. RC-യിലേക്ക് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോദി അടക്കം രാജീവ് ചന്ദ്രശേഖരൻ കണ്ടെങ്കിലും RSS പിന്തുണയിൽ അത് BV രാജേഷ് എത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നോക്കും, കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന K. സുരേന്ദ്രനെയും അല്ലെങ്കിൽ V. മുരളീധരനെയും നേതൃയോഗങ്ങളിൽ നിന്ന് പങ്കെടുപ്പിക്കാത്ത തരത്തിലുള്ള വിഭാഗീയത ഇപ്പോൾ ആ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ ബന്ധം അത് മോദിയുമായും അമിത്ഷായുമായും JP നദ്ദയുമായിട്ടൊക്കെയാണ്. അങ്ങനെ കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ അടുപ്പ ബന്ധമുള്ള രാജീവ് ചന്ദ്രശേഖരൻ തൽക്കാലം തൊടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ നീങ്ങാനോ സംസ്ഥാനത്തെ BJP നേതാക്കൾ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരാണ് BJP-യുടെ മുഖമായി നിൽക്കുക. രാഷ്ട്രീയം പറയാത്ത കോൺഫിഡൻസ് ആണ് നേമത്ത് താൻ തന്നെ മത്സരിക്കുമെന്ന് പറയാനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കും, ജയിക്കാൻ ഉറച്ചു തന്നെയാണ് മത്സരിക്കുന്നത് എന്നും പറഞ്ഞു. തീർച്ചയായും രുചീഷ് നോക്കൂ, ഈ BJP ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ വലിയ കൃത്യമായ ചട്ടക്കൂടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിക്കുന്നു, കഴക്കൂട്ടത്ത് താൻ മത്സരിക്കുമെന്ന് V. മുരളീധരൻ പറയുന്നു. അങ്ങനെ ഈ ചില മണ്ഡലങ്ങൾ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് 2026 നിയമസഭാ മണ്ഡലത്തിൽ ഈ സംസ്ഥാനം ഒട്ടാകെ പിടിക്കുക അല്ലെങ്കിൽ അതായിരിക്കില്ല BJP-യുടെ ഒരു നീക്കം. ഒരു 4 or 5 ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കണ്ടെത്തിയ നിയമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഉള്ള ചില മണ്ഡലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ എല്ലാ നേതാക്കളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു മെച്ചമുണ്ടാക്കുക. കാരണം ഒരു കാര്യം വ്യക്തമാണ്, BJP-യുടെ ലക്ഷ്യം അത് 2026 അല്ല രുചീഷ്, അത് 2031. 2031 സംസ്ഥാനത്തെ അധികാരത്തിലെത്തും എന്നുള്ളതല്ല, പക്ഷേ മുഖ്യ പ്രതിപക്ഷമായിട്ടെങ്കിലും നിയമസഭയിൽ എത്തണമെങ്കിൽ ഇപ്പോൾ അവർക്ക് നിയമത്തടക്കം പൂട്ടി അക്കൗണ്ട് തുറക്കണം, ഒരു 4 അക്കൗണ്ട് കൂടി തുടങ്ങുകയും വേണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് BJP 2026 ലക്ഷ്യമിടുന്നത്. ശരി VS അനു, അതാണ് BJP-യുടെ രാഷ്ട്രീയ ജാതകം. ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും അതാണ്. VS അനുവും അതോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, മഹേഷ് ചന്ദ്രനുമാണ് വിവിധ മുന്നണികളുടെ വിവിധ നേതാക്കളുടെ വിശകലനങ്ങളുമായി ചേർന്നത്.